പിണറായി അല്ലെങ്കിൽ ആര്? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരും മുമ്പേ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമാണ്. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ എന്നിവരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കരുക്കൾ നീക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒരാശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഇടതുപക്ഷ ക്യാമ്പിലില്ല. അടുത്ത മാസം 81 വയസ്സ് തികയുന്ന കണ്ണൂരുകാരനായ പിണറായി വിജയനാണ് LDFന്റെ ഏകമുഖം. ഒരു ദശാബ്ദത്തിലേറെയായി CPMന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണ് പിണറായി വിജയൻ. തുടർഭരണം ലഭിച്ചതോടെ ഇടതുമുന്നണിയുടെ പ്രധാന മുഖമായും മാറി. പിണറായി 3.0 സർക്കാർ എന്നാണ് LDF ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്നിരുന്നാലും അതിനേക്കാൾ വലിയൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. വിജയമായാലും പരാജയമായാലും പിണറായി വിജയനല്ലാതെ LDFനെ നയിക്കാൻ മറ്റാരുണ്ട്? CPMലെ രണ്ടാം നിര നേതൃത്വത്തിന്റെ ദൗർബല്യത്തിലേക്കും സംസ്ഥാനത്തുടനീളം സ്വാധീനമുള്ള നേതാക്കളുടെ കുറവിലേക്കുമാണ് ഈ ചോദ്യം വിരൽ ചൂണ്ടുന്നത്. പാർട്ടിയുടെ അനുസരിച്ച് LDF 72 മുതൽ 76 സീറ്റുകൾ നേടും. അതിനാൽ തന്നെ പരാജയപ്പെട്ടാൽ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഞങ്ങളുടേതൊരു കൂട്ടായ നേതൃത്വമാണ്. ആവശ്യമെങ്കിൽ നേതൃത്വം യഥാസമയം ഉയർന്നു വരും. ഒരു പിൻഗാമിയെ അന്വേഷിക്കാനുള്ള സമയമായിട്ടില്ല. ഒരു മുതിർന്ന CPM നേതാവ് പ്രതികരിക്കുകയുണ്ടായി. CPMനെ ദീർഘകാലമായി നയിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളാണ്. ഇപ്പോൾ MV ഗോവിന്ദനാണ് പാർട്ടി സെക്രട്ടറി. പിണറായി വിജയൻ ജനസ്വാധീനമുള്ള കരുത്തനായ നേതാവ് മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ ശക്തമായ നിയന്ത്രണമുള്ള ഏക വ്യക്തി കൂടിയാണ്. ഇടതു നിരീക്ഷകനായ NM പ്രിയേഴ്സൺ ചൂണ്ടിക്കാട്ടി. അപ്രതീക്ഷ സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ ഇനിയും കുറച്ചു കാലം കൂടി നേതൃസ്ഥാനത്ത് തുടരുമെന്നാണ് കരുതേണ്ടത്. പ്രിയേഴ്സൺ കൂട്ടിച്ചേർത്തു.